പാലക്കാട് UDFന് പരോക്ഷമായി വോട്ട് അഭ്യർത്ഥിച്ച് SDPI വെള്ളിയാഴ്ച പള്ളി പരിസരങ്ങളിലാണ് UDFന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള നോട്ടീസ് വിതരണം ചെയ്തത്. SDPI നോട്ടീസിൽ UDFിൽ തന്നെ അതൃപ്തി പുകയുകയാണ്. വർഗീയ ശക്തികളുമായി UDFന് അന്തർധാരയുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് UDFനായുള്ള SDPIയുടെ വോട്ട് അഭ്യർത്ഥന. UDFന് വോട്ട് ചെയ്യണമെന്ന് പരോക്ഷമായി അഭ്യർത്ഥിക്കുന്ന നോട്ടീസുകൾ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷമാണ് SDPI പ്രവർത്തകർ വിതരണം ചെയ്തത്. പള്ളിയുടെ പരിസരങ്ങളിൽ വെച്ചായിരുന്നു നോട്ടീസ് വിതരണം. തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ, CPIM BJP ഡീലിനെ പരാജയപ്പെടുത്തുക, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരാവട്ടെ നമ്മുടെ സമ്മതിദാനാവകാശം എന്നിവയാണ് പ്രധാനമായും നോട്ടീസിലുള്ളത്. അതേസമയം കോൺഗ്രസിന് വോട്ട് തേടി SDPI ലഘുലേഖ ഇറക്കിയത് കോൺഗ്രസ് എത്തിപ്പെട്ട ലജ്ജാകരമായ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് A റഹീം MP പറഞ്ഞു. മുസ്ലിം ജമാഅത്തുകളിൽ SDPIയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി വ്യാപകമായി പ്രചരണം നടത്തിയിരിക്കുകയാണ്. ലഘുലേഖകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. എത്ര ലജ്ജാകരമായ സാഹചര്യത്തിലാണ് അവസ്ഥയിലാണ് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. BJPയെ പരാജയപ്പെടുത്താൻ, BJPയെ നേരിടാൻ SDPIയെ കൂടെ കുട്ടിയാണോ പോകേണ്ടത്? ഇതാണ് ചോദ്യം. UDF എങ്ങാനും ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 23-ാം തീയതി പാലക്കാട് പട്ടണത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ച എന്താണ്? കോൺഗ്രസിൻ്റെ കൊടിക്കൊപ്പം ഈ SDPIക്കാരുടെ പതാകയെ ഉയർത്തിപ്പിടിച്ച് അവരുടെ താളമല്ലേ ഇവിടെ കാണേണ്ടി വരിക? SDPIക്കാരുടെ പാലക്കാട് പോലൊരു നഗരത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതം എന്താണ്? ഒരു തീവ്രവാദ സ്വഭാവമുള്ളൊരു സംഘടനയെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? 2016, 2021 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും SDPI വിതരണം ചെയ്ത നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. SDPI പിന്തുണയിൽ UDFിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.